വഖാല തആല, അല്ലാഹു തആല പറയുന്നു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി. ഇനി ഈ സുന്നത്ത് പിന്തുടരാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഈ ഹദീസ്, ഈ ആയത്തുകളൊക്കെ പറഞ്ഞു. ഇതൊന്നും നമ്മൾ ഉള്ളിൽ തട്ടുന്നില്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന ഒരായത്തുണ്ട്. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി. റസൂലിന്റെ കൽപ്പന പരിഗണിക്കാതെ അവഗണിച്ച് നടക്കുന്ന, അതിനെ എതിരായി നടക്കുന്ന ആളുകൾ പേടിച്ചു കൊള്ളട്ടെ. അപ്പോൾ റസൂലിന്റെ കൽപ്പന ധിക്കരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അതിൽ പെടുമോ? അതാണ് ഒന്നാമത് ചിന്തിക്കേണ്ടത്. നമ്മൾ സുന്നത്ത് പഠിക്കുന്നില്ലെങ്കിൽ, റസൂലിന്റെ ഹദീസുകളും സുന്നത്ത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മളതിൽ പെടും. കാരണം സുന്നത്ത് ഏതാണ്, ഹദീസ് എന്താണ്, റസൂലിന്റെ ഹുക്ം എന്താണെന്ന് അറിയണ്ടേ. അറിഞ്ഞാലേ അതനുസരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് പഠിക്കാൻ തന്നെ ഒരാൾ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ സ്വാഭാവികമായിട്ടും അതിൽ പെടും. അല്ലെങ്കിൽ പിന്നെ ഈ വഹീന്റെ ആവശ്യമില്ലല്ലോ. വെറുതെ ഇരിക്കുന്നവരൊക്കെ സുന്നത്തിന്റെ വഴിയിലാവുമെങ്കിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ റസൂലിന്റെ സുന്നത്ത് ഇത്തിബാ ചെയ്യാൻ ശ്രമിക്കാത്ത ആളുകളൊക്കെ ഇതിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി. റസൂലിന്റെ കൽപ്പനയെ ധിക്കരിക്കുന്നവർ പേടിച്ചു കൊള്ളട്ടെ. എന്താണ് പേടിക്കേണ്ടത്? എന്താണ് ശിക്ഷ? റസൂലിന്റെ സുന്നത്ത് ഇത്തിബാ ചെയ്യാത്ത ഒരാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? അൻ തുസീബഹും ഫിത്ന. ഫിത്ന അവരെ ബാധിക്കുമെന്ന് അവർ പേടിച്ചു കൊള്ളട്ടെ. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അതദ്രീ മൽ ഫിത്ന. ഈ ആയത്തിൽ പറഞ്ഞ ഫിത്ന എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയുമോ? അൽ ഫിത്നത്തു അശ്ശിർക്ക്. ഷിർക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലഅല്ലഹു ഇദാ റദ്ദ ബഅദ അംരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തെങ്കിലും ഒരു കൽപ്പന അവൻ തള്ളിക്കളഞ്ഞാൽ, അൻ യഖഅ ഫീ ഖൽബിഹി ഷൈഉൻ മിനസ് സൈഗി ഫയഹ്ലക്. അവന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു സൈഗ്, ഒരു വഴിപിഴവ് വരികയും അവൻ നശിച്ചു പോവുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഒരു ഹദീസ് തള്ളിക്കളഞ്ഞു, പിന്നെയും ഒരു ഹദീസ് തള്ളിക്കളഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എങ്ങനെയാണെന്ന് പറഞ്ഞ് അതിനെന്തെങ്കിലും ഒരു ഒഴികഴിവ് കണ്ടെത്തി, അങ്ങനെ പോയി കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ സുന്നത്തിനോട് വെറുപ്പ്, പിന്നീട് ഹദീസുകൾ കേൾക്കുമ്പോൾ ഒരു വെറുപ്പ്. എന്റെ വാദത്തിനെതിരായിട്ട് എപ്പോഴും ഹദീസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവ സുന്നത്തിനോട് പതുക്കെ മനസ്സിലൊരു വെറുപ്പ്. അത് വന്നാൽ എന്തായി? കാഫിറായി, ഇസ്ലാമിൽ നിന്ന് പുറത്തായി. അവ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ദീന് റസൂലിന്റെ സുന്നത്ത് പഠിക്കുകയും ഇത്തിബാ ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ ആയിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ കാണുന്നതാണ്. തങ്ങളുടെ ഹവക്ക്, തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് യോജിക്കാത്തതൊക്കെ എതിർത്ത് അവസാനം പിന്നെ അവർക്ക് സൗകര്യം എന്തായിരിക്കും? ഹദീസ് നിഷേധിക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേരലായിരിക്കും അവർക്ക് സൗകര്യം. അങ്ങനെ അങ്ങോട്ട് ആയി വരും. അവസാനം ഹദീസ് നിഷേധിക്കുക എന്നുള്ളത് ഒരു ആദർശമായിട്ടൊന്നുമല്ല. ഹദീസിന്റെ പ്രാമാണികതയെക്കുറിച്ച് പഠിച്ച് എന്തെങ്കിലും ബോധ്യപ്പെട്ടിട്ടൊന്നുമല്ല. നേരെ മറിച്ച് തങ്ങളുടെ തോന്നിവാസങ്ങൾക്ക് ഇതിൽ സാധ്യതയില്ല, സുന്നത്തിന്റെ മാർഗത്തിൽ പോകുമ്പോൾ അത് നടക്കൂല എന്ന് മനസ്സിലാക്കിയിട്ട് പതുക്കെ പിന്നെ ഞാൻ ഇന്ന ആളുടെ അനുയായിയാണ്, മറ്റേ ആളുടെ അനുയായിയാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഖുർആനിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഹദീസുകൾ, റസൂലിന്റെ സുന്നത്ത് അതിനെ എതിർത്താൽ ഈ സൈഗ്, മനസ്സിൽ വരുന്ന വക്രത, അത് സംഭവിച്ചു പോയേക്കും എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഔ തുസീബഹും ഔ യുസീബഹും അദാബുൻ അലീം. അല്ലെങ്കിൽ കടുത്ത ശിക്ഷ, മുശ്രിക്കായിട്ടില്ല, വേറെ എന്തെങ്കിലും ശിക്ഷ അള്ളാഹുവിൽ നിന്ന് വരാനും സാധ്യതയുണ്ട്. അപ്പൊ ഇത്തിബാ ചെയ്തിട്ടില്ലെങ്കിൽ, റസൂലിനെ പിന്തുടർന്നിട്ടില്ലെങ്കിൽ രണ്ട് താക്കീതാണ് അത് തരുന്നത്. ഒന്നുകിൽ അള്ളാഹുവിന്റെ അദാബ്, ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹുവിന്റെ അദാബ് വരും. അതല്ലെങ്കിൽ മുശ്രിക്കായി മരിക്കേണ്ട, കാഫിറായി മരിക്കേണ്ട അവസ്ഥ വരും. ദുനിയാവിൽ വലിയ ഖുർആനിസ്റ്റാണ്, അള്ളാഹിന്റെ അടുത്ത ആളാണെന്നുള്ള നിലക്കാണ് നടക്കുന്നത്. ബാക്കിയുള്ളവരൊന്നും ഖുർആൻ എടുക്കാത്ത ആൾക്കാരെ പോലെ, അവർ ഖുർആന്റെ സ്വന്തം ആളുകളായി, അഹ്ലുൽ ഖുർആൻ എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ കാഫിറുകളാണ്, അവർ മുസ്ലിമല്ല. അവരവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ സുന്നത്തിനോടുള്ള ഈ വെറുപ്പ് അവരെത്തിക്കുന്നത് അവസാനം ഇങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ.